നമസ്കാരം. മമ്മൂക്കയുടെ സിനിമാ ജീവിതത്തിലെ ബോക്സ് ഓഫീസിലെ ഏറ്റവും വലിയ വിജയമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിത്രമാണ് ടെർബോ. വൈശാഖിന്റെ സംവിധാനത്തിൽ മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതുന്ന ചിത്രത്തിന്റെ വേൾഡ് വൈഡ് റിലീസ് എന്ന് കരുതുന്നത് ഈ വരുന്ന മെയ് 9-ാം തീയതിയാണ്. ബിഗ് ബജറ്റിൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച ഈയൊരു ചിത്രം DQന്റെ നിർമ്മാണ കമ്പനിയായ വേഫാറ ഫിലിംസ് ആണ് കേരള വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. മമ്മൂക്കയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ കേരള റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാൻ പോകുകയാണ് വേഫാറ ഫിലിംസ്. എന്നാൽ ടെർബോ എന്ന സിനിമയുടെ ഭാഗത്തുനിന്നും വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രത്തിന്റെ റിലീസ് തീയതിയിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ടെന്നാണ് അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു വൻപൻ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രമായതുകൊണ്ട് തന്നെ ടെർബോ എന്ന സിനിമയുടെ റിലീസ് ഒരു വൻപൻ റിലീസ് ആക്കാനാണ് അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ മെയ് മാസത്തിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ പ്രതീക്ഷിച്ച അത്ര സ്ക്രീൻ കൗണ്ട് ചിത്രത്തിന് ലഭിക്കുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഡബ്ബിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും ടെർബോ എന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റാനുള്ള ചാൻസ് മാത്രമാണ് കാണുന്നത്. ഇതുവരെയുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഈ വരുന്ന മെയ് മാസം 9-ാം തീയതി അല്ലെങ്കിൽ ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ജൂണിലായിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായത്തിൽ ടെർബോ എന്ന സിനിമയുടെ റിലീസ് ഈ വരുന്ന മെയ് മാസത്തിൽ വേണോ അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ വേണോ എന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. എന്ത് തന്നെ ആയാലും ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് അണിയറ പ്രവർത്തകർ ഉടൻ തന്നെ പുറത്തുവിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനമായി മമ്മൂക്കയും വൈശാഖും ഒന്നിച്ചത് മധുരരാജ എന്ന സിനിമയിലാണ്. ടെർബോ എന്ന സിനിമയിൽ മിഥുൻ മാനുവൽ തോമസ് കൂടി എത്തുമ്പോൾ ചിത്രത്തിന് പ്രതീക്ഷകൾ ഏറെയാണ്. കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.